ഓപ്ഷൻ ട്രേഡിംഗ് കഴിഞ്ഞാൽ ട്രേഡേഴ്സ് ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അഥവാ MDF. വളരെ ശ്രദ്ധയോടെ അവസാനം വരെ കേട്ടാൽ MDF ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉൾപ്പെടെ മിക്കവാറുമുള്ള എല്ലാ ബ്രോക്കിംഗ് കമ്പനികളിലും മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ലഭ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ബ്രോക്കിംഗ് കമ്പനികളിൽ ഒന്നാണ് ജിയോജിത്ത്. ജിയോജിത്തിലെ MDF ട്രേഡിങ്ങിനെ മറ്റ് ബ്രോക്കിംഗ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഈ ഫീച്ചറിനെ കുറിച്ച് ഈ വീഡിയോയിൽ വിവരിക്കാൻ ശ്രമിക്കാം. മാർജിൻ ട്രേഡിങ്ങിന്റെ സവിശേഷത എന്താണ്? കയ്യിലുള്ള പണത്തിന്റെ 4-5 ഇരട്ടി സ്റ്റോക്ക് അത് ലാഭത്തിലെത്തുന്നതുവരെ ഹോൾഡ് ചെയ്യാം എന്നതാണ് MDF ട്രേഡിങ്ങിന്റെ പ്രത്യേകത. എന്നാൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കാലയളവിൽ അധികമായി ബ്രോക്കറേജ് ലഭ്യമാക്കുന്ന തുകയ്ക്ക് 6% മുതൽ 18% വരെ വാർഷിക പലിശ നൽകേണ്ടി വരും. ഇവിടെയാണ് MDF ട്രേഡിങ്ങിന്റെ അപകടം പതിയിരിക്കുന്നത്. ഉദാഹരണമായി 1 ലക്ഷം രൂപയുടെ ക്യാപിറ്റലുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കേവലം 20% തുക മാത്രം മതിയാകും. ഈ 20% തുകയ്ക്ക് 1 ലക്ഷം രൂപ വരെ ലഭ്യമാകുമ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയുടെ 18% വരെയൊക്കെ പലിശ കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു 10% എങ്ങാനും ഈ സ്റ്റോക്ക് ഇടുകയാണെങ്കിൽ കയ്യിലുള്ള ക്യാപിറ്റൽ കംപ്ലീറ്റ് നഷ്ടപ്പെടാൻ MDF ട്രേഡിംഗ് ഇടയാക്കും എന്ന വസ്തുത ഓപ്ഷൻ ട്രേഡിംഗ് പോലെ വളരെ അപകടകരമായ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് MDF എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ MDF ട്രേഡിങ്ങിന് ഇൻട്രസ്റ്റിന് പുറമെ മറ്റനേകം ചിലവുകളും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓരോ തവണ ആവറേജ് ചെയ്യുമ്പോഴും 30 രൂപ വരെ പ്ലെഡ്ജിംഗ് ചാർജ് ഓരോ കമ്പനികളും ഈടാക്കുന്നുണ്ട്. കൂടാതെ സ്റ്റോക്കിന്റെ വില കുറയുമ്പോൾ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ബ്രോക്കിംഗ് കമ്പനി 1-2 സ്റ്റോക്കുകളൊക്കെ ആട്ടോ സെല്ലിംഗ് നടത്തുന്നു. അതിന് ബ്രോക്കറേജ്, അൺപ്ലെഡ്ജിംഗ് ചാർജ്, ഓട്ടോ സെല്ലിംഗ് ചാർജ് എന്നിവയൊക്കെ ഓരോ ബ്രോക്കറേജ് കമ്പനികളും ഈടാക്കുന്നു. ഈ തുക ബ്രോക്കറേജ് കമ്പനി നോർമൽ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു വേണം MDF ട്രേഡിംഗ് വേണമോ വേണ്ടയോ എന്ന് ട്രേഡേഴ്സ് തീരുമാനിക്കേണ്ടത്. ട്രേഡേഴ്സിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ സ്റ്റോക്ക് MDFിൽ നിന്ന് ഡെലിവറിയിലേക്ക് മാറ്റാൻ കഴിയും. ഈ സംവിധാനം മിക്കവാറുമുള്ള ബ്രോക്കിംഗ് കമ്പനികളിൽ നിലവിലുണ്ട്. എന്നാൽ ഓരോ തവണ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അൺപ്ലെഡ്ജിംഗ് ചാർജ് നൽകേണ്ടി വരും. കൂടാതെ ബ്രോക്കറേജും നൽകേണ്ടി വരും. ഇവിടെയാണ് ജിയോജിത്തിന്റെ മാത്രം ഒരു ഫീച്ചറിന്റെ പ്രസക്തി നിലനിൽക്കുന്നത്. മറ്റു പല കമ്പനികളിലും പരിശോധിച്ചിട്ടും ഈ ഫീച്ചർ ജിയോജിത്തിൽ മാത്രമാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഫീച്ചറിനെ കുറിച്ച് ഞാനിവിടെ വിവരിക്കുകയാണ്. ശ്രദ്ധാപൂർവം കേൾക്കുക. ജിയോജിത്തിൽ നോർമൽ അക്കൗണ്ടിൽ നിന്ന് MDF അക്കൗണ്ടിലേക്കും MDF അക്കൗണ്ടിൽ നിന്ന് നോർമൽ അക്കൗണ്ടിലേക്കും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്നല്ലേ? മറ്റ് ബ്രോക്കറേജുകളിൽ ഈ സൗകര്യമില്ല. നോർമൽ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ഉണ്ടെങ്കിലും അതിന് ഒരു പലിശയും ഒരു ബ്രോക്കറേജും നമുക്ക് തരാറില്ല. എന്നാൽ MDFിലെ കടത്തിന് കൃത്യമായി പലിശ ഈടാക്കുകയും ചെയ്യും. അതായത് നമ്മുടെ ക്യാഷ് എടുത്ത് നമുക്ക് തന്നെ ഈ ബ്രോക്കറേജസ് പലിശയ്ക്ക് തരുന്നു. എന്നാൽ ജിയോജിത്തിൽ നോർമൽ അക്കൗണ്ടിലുള്ള ക്യാഷ് MDF അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ പലിശ ഭാരം കുറയ്ക്കാൻ കഴിയും. പൂർണ്ണമായി വേണമെങ്കിലും ഭാഗികമായി വേണമെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ അദൃശ്യമായ മറ്റൊരു ഗുണവും നമുക്ക് ലഭിക്കുന്നു. നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് MDFിൽ വാങ്ങിയ ഓഹരിക്ക് പല തവണയായി നല്ലൊരു തുക MDF അക്കൗണ്ടിലേക്ക് നോർമൽ അക്കൗണ്ടിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് പലിശ ഭാരം കുറയ്ക്കാൻ കഴിയും. കൂടാതെ മാർജിൻ ഹെയർ കട്ടിന് മുകളിലുള്ള തുക നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ MDFിൽ നിന്ന് നോർമൽ അക്കൗണ്ടിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് അതുവഴി ലോൺ എടുക്കാനും കഴിയും. ഇതിനുവേണ്ടി പ്രോസസ്സിംഗ് ഫീസോ സ്റ്റാമ്പ് ഡ്യൂട്ടിയോ ഒന്നും അധികമായി നൽകേണ്ടതില്ല. എന്നാൽ ജിയോജിത്ത് അക്കൗണ്ടിലെ ചില പോരായ്മകൾ കൂടി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ 18% പലിശയൊക്കെയാണ് MDFിലെ ജിയോജിത്തിന്റെ പലിശ. അവർ വളരെയധികം തുക ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ തുക കൂടി MDFിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ ഉയർന്ന വരുമാനം ജിയോജിത്തിന് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി അവർ നിലവിലുള്ള ഈ 18% എന്ന പലിശ ഒരു 15% ആക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഉയർന്ന ആനുവൽ മെയിൻ്റനൻസ് ചാർജാണ്. ഒറ്റയടിക്ക് 1000 രൂപ വരെ ആനുവൽ മെയിൻ്റനൻസ് ചാർജായി നൽകേണ്ടി വരുന്നു. ഇത് ഒരു തവണയായി തന്നെ നൽകുകയും വേണം. ജിയോജിത്തിന്റെ മൂന്നാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് FNOയിലെ ഉയർന്ന ചാർജാണ്. 5 ലക്ഷം രൂപ വരെ അധികം ക്യാഷായി അക്കൗണ്ടിലുണ്ടെങ്കിൽ ഒരു ഓർഡറിന് 20 രൂപ വരെയൊക്കെ അവർ ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ 5 ലക്ഷം രൂപ അക്കൗണ്ടിലില്ലാത്ത പക്ഷം പെർ ലോട്ടിനാണ് ചാർജ് നിലവിൽ ഈടാക്കി വരുന്നത്. അതിലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ അത് ജിയോജിത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ 3 കാര്യങ്ങളൊഴികെ മറ്റൊന്നും പറയാനില്ല. ബ്രോക്കിംഗ് ഡെലിവറി ചാർജ് 0.3% ഈടാക്കുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് ധാരാളം ബ്രാഞ്ചസുകളുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് ഈ ബ്രോക്കിംഗ് ചാർജ് അനുപേക്ഷണീയമാണ്. എന്നാൽ ഇതിലുള്ള അനലിസ്റ്റിക് ഫീച്ചേഴ്സ്, സ്റ്റോക്കുകളെ സംബന്ധിച്ച അനലിറ്റിക് ഫീച്ചേഴ്സ്, റെക്കമെൻഡേഷൻ എന്നിവയിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സർവീസ് നൽകുന്നതാണ് ജിയോജിത്ത്. കുറച്ചധികം ബ്രോക്കറേജസുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നിയ 2 പ്ലാറ്റ്ഫോമുകൾ
ഒന്ന് ജിയോജിത്തും രണ്ടാമത്തത് ശരോദയുമാണ്. ഇക്കാര്യങ്ങൾ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഉള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും വേണ്ടിയല്ല. തീർച്ചയായും ഈ വീഡിയോയിൽ നിന്നും പുതിയ ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചതായി കരുതുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.